നമ്മൾ ഇന്നത്തെ വീഡിയോ മുതൽ +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സസാണ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ്. നമ്മൾ C++ എന്താണെന്നും എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്നും ഡാറ്റ ടൈപ്പും എല്ലാ ബേസിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ പുതിയൊരു ഭാഗമാണ് ഈ സ്ട്രക്ചേഴ്സ് പോയിൻറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗമാണ് C++ലെ. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രക്ചേഴ്സിനെ പറ്റി പറയാം. സ്ട്രക്ചേഴ്സും പോയിൻറ്റേഴ്സും രണ്ട് രീതിക്ക് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു കുട്ടിയുടെ ID കാർഡ് തന്നിട്ടുണ്ട് അല്ലേ, ഒരു സ്കൂൾ സ്റ്റുഡൻ്റാണ്. ID കാർഡ് തന്നിട്ടുണ്ട്. ഈ ഒരു ID കാർഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ആ സ്കൂളിൻ്റെ പേര്, പിന്നെ ആ സ്റ്റുഡൻറ്റിൻ്റെ ID, സ്റ്റുഡൻറ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, അഡ്രസ്സിൽ തന്നെ വീട്ടുപേര്, അതുപോലെ തന്നെ സ്ട്രീറ്റ് നെയിം, PO, പിൻ നമ്പർ, അങ്ങനെയും കുറച്ച് ഡാറ്റാസ് വേറെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരൊറ്റ കാർഡിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എന്താ? സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കളക്ഷൻ ഓഫ് ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു ഒബ്ജക്റ്റ്, അതിനെ പറ്റിയിട്ട് പല ടൈപ്പിലുള്ള ഡാറ്റാസ്, നമ്പേഴ്സായിട്ടോ സ്ട്രിങ് ആയിട്ടോ ഒക്കെ നമ്മൾ പല ടൈപ്പായിട്ടുള്ള കുറേ ഡാറ്റാസൊക്കെ ഒരൊറ്റ വേരിയബിളിലായിട്ട് നമ്മൾ നോക്കുന്നു, അല്ലെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് of C++ to represent a collection of logically related data items which may be of different types under a common name. അല്ലേ, ഒരു കോമൺ നെയിമിന് താഴെയായിട്ട് പല ടൈപ്പിലുള്ള ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഐറ്റംസിനെ അല്ലേ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ID കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻ്റ് ഐഡിയും നെയിമും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാ കാര്യങ്ങളും പല ടൈപ്പിലുള്ള അത്രയും ഡാറ്റാസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രക്ചർ ഡെഫിനിഷൻ. ഇപ്പം നമ്മൾ ഫങ്ഷൻ ഒക്കെ പഠിച്ചതാണല്ലേ, ഫങ്ഷൻ ഡെഫിനിഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ എന്താണ് ഫങ്ഷൻ ഡെഫിനിഷൻ എന്നൊക്കെ പറയുന്നത്? ഒരു ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നു അല്ലേ. അതിലുള്ള വേരിയബിൾസ്, ഫങ്ഷൻസ് എല്ലാം കൂടിയിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ സ്ട്രക്ചർ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ട്രക്ചറിൻ്റെ പേര്, അതിലെന്തൊക്കെ ഡാറ്റയുണ്ട്, ആ ഡാറ്റയുടെ ടൈപ്പ്, ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതിനെയാണ് സ്ട്രക്ചർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഡെഫിനിഷൻ്റെ സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. എന്താ, എങ്ങനെയാണ് നമ്മളൊരു സ്ട്രക്ചർ എഴുതുക? ആദ്യം സ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ സ്ട്രക്ചർ ടാഗ്, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എത്ര വേരിയബിൾസ് വേണോ അത്രയും വേരിയബിൾസ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വേരിയബിൾസ് എഴുതുമ്പോൾ എപ്പോഴും വേരിയബിൾസിൻ്റെ കൂടെ എന്ത് വേണം, ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഡാറ്റ ടൈപ്പ് പറയുക വേരിയബിൾ 1 സെമിക്കോളൻ, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 2 സെമിക്കോളൻ, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 3 സെമിക്കോളൻ. അങ്ങനെ എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് നമ്മൾ ഡാറ്റ ടൈപ്പ് പറഞ്ഞിട്ട് വേരിയബിളിൻ്റെ പേരും പറഞ്ഞ് സെമിക്കോളൻ ഇടുക. എത്ര വേരിയബിൾസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തിട്ടുള്ള കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. അവിടെ ഒരു സെമിക്കോളൻ നമുക്ക് മസ്റ്റാണ് കേട്ടോ. സ്ട്രക്ചർ എപ്പോഴും ക്ലോസ് ചെയ്യുമ്പോൾ ഒരു സെമിക്കോളൻ അവിടെ വേണം. ഇനി ഇതിലുള്ള ഓരോ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്ട്രക്റ്റ് എന്ന് പറഞ്ഞു അല്ലേ. സ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു കീവേഡാണ്. ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് സ്ട്രക്റ്റ്. അപ്പോൾ സ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന പേരെന്താണോ അത് സ്ട്രക്ചറായിട്ടാണ് കൺസിഡർ ചെയ്യണേ. ഇനി നെക്സ്റ്റ് ആണ് സ്ട്രക്റ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്, സ്ട്രക്ചർ ടാഗ് ഉണ്ട് അല്ലേ. ഈ സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫയറാണ്. അതായത് ഈ സ്ട്രക്ചറിൻ്റെ പേരിനെയാണ് നമ്മൾ സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ ടാഗ് ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ സ്കൂളാണെങ്കിൽ സ്കൂള്, ക്ലാസ് ആണെങ്കിൽ ക്ലാസ്, അതാണ് സ്ട്രക്ചർ ടാഗ്. സ്ട്രക്ചറിൻ്റെ പേരാണ് ഈ സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത്. പിന്നെ ഡാറ്റ ടൈപ്പും വേരിയബിൾ നെയിം നമുക്കറിയാം. നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എന്താണോ അത് വേരിയബിൾ 1 വേരിയബിൾ 2 ആയിട്ട് നമ്മൾ എഴുതുന്നു.
അതിൻ്റേതായിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ സൈഡിൽ എഴുതുന്നു. ഇവിടെ ഏറ്റവും താഴെ ഒരു സ്ട്രക്ചർ വെറുതെ ഒന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് ഡേറ്റ് എന്ന് പറയുന്നൊരു പേരായിട്ട്. അപ്പോൾ സ്ട്രക്ചർ എന്ന് എഴുതി, കീവേഡ് എഴുതി, നമ്മുടെ സ്ട്രക്ചറിൻ്റെ പേര് ഡേറ്റ് എന്നാണ്. ആ ഡേറ്റ് എന്ന് എഴുതി കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇൻറ്റ് ഡി ഡി, ഡേക്ക് വേണ്ടിയിട്ട് ഡി ഡി എന്ന് പറയുന്നൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു, സെമിക്കോളൻ. ഇൻറ്റ് എം എം, മന്തിന് വേണ്ടിയിട്ട് എം എം, സെമിക്കോളൻ. ഇൻറ്റ് വൈ വൈ, ഇയറിന് വേണ്ടിയിട്ട് വൈ വൈ, സെമിക്കോളൻ. ലാസ്റ്റ് കഴിഞ്ഞാൽ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഡെഫിനിഷൻ. സ്ട്രക്ചർ ടാഗ്, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, വാരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഒരു സെമിക്കോളൻ ഇടുക. ഇവിടെ വേറൊരു എക്സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്. സ്ട്രക്ചർ str ഡേറ്റ്, അതിൽ സ്ട്രിങ് ഡാറ്റയൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ ഡി ഡി എം എം വൈ വൈ ഒക്കെ ഫുൾ ഇൻറ്റിലല്ലേ നമ്മൾ കൊടുത്തത്. ഇൻറ്റിൽ മാത്രമല്ല പല ടൈപ്പ് ഡാറ്റകളിൽ നമുക്ക് ഡാറ്റ ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, വാരിയബിൾസിനെ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ str ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ എന്തൊക്കെ ഡാറ്റാസ് കൊടുത്തിട്ടുണ്ട്? ഇൻറ്റ് ഡേ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് ടൈപ്പാണ്. ക്യാർ മന്ത് ഓഫ് 10 കൊടുത്തിട്ടുണ്ട്. മന്ത് കൊടുക്കാൻ നമ്മൾ സ്ട്രിങ് രൂപത്തിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ കൊടുക്കാനായിട്ട് ക്യാർ മന്ത് ഓഫ് 10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു അര യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റിൽ ഇയറും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേറൊരു ടൈപ്പ് സ്ട്രക്ചർ നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ട് താഴെ. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്ട്രക്ചർ. അപ്പോൾ എന്താ, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്ട്രക്ചറിൻ്റെ പേരാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്തൊക്കെയുണ്ട്? ഇൻറ്റ് ADM_NO അല്ലേ, അഡ്മിഷൻ നമ്പർ സ്റ്റോർ ചെയ്യാൻ ഇൻറ്റ് ADM_NO. അതുപോലെ നെയിം സ്റ്റോർ ചെയ്യാൻ ക്യാർ നെയിം ഓഫ് 20 എന്ന് പറയുന്ന ഒരു അറേ. അതുപോലെ ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പാണ്, ക്ലാസ്സിൻ്റെ ഗ്രൂപ്പില്ലേ, സയൻസ്, കൊമേഴ്സ് അങ്ങനെയൊക്കെ ഇല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാർ ഗ്രൂപ്പ് ഓഫ് 10 നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതുപോലെ ഫ്ലോട്ട് ഫീക്ക് വേണ്ടിയിട്ട് ഫ്ലോട്ട് ഫീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാരിയബിളും ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ഓരോ സ്ട്രക്ചേഴ്സും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്താൽ ആ ഒരു രീതിയിൽ കൊടുക്കേണ്ട ഡാറ്റാസ് നമുക്കൊരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ സ്ട്രക്ചർ ഡെഫിനിഷൻ കഴിഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് വാരിയബിൾ ഡിക്ലറേഷൻ ആൻഡ് മെമ്മറി അലോക്കേഷൻ. ഒരു സ്ട്രക്ചറിൻ്റെ വാരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, അതുപോലെ സ്ട്രക്ചറിൻ്റെ മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുക എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിന് വാരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണേ. സ്ട്രക്ചറിന് വാരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, അതായത് ഒരു സ്ട്രക്ചറിന് ഇപ്പോൾ നമ്മൾ വാരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വാരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ സ്ട്രക്ചറിനെ റെഫർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ട്രക്ചറിലുള്ള എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രക്ചർ വാരിയബിൾസ്. അപ്പോൾ എങ്ങനെയാണ് സ്ട്രക്ചർ വാരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്? ഇവിടെ സിൻടാക്സ് തന്നിട്ടുണ്ട്. സ്ട്രക്ചറിൻ്റെ പേര്, സ്ട്രക്ചർ ടാഗ് var1, var2, var3 അങ്ങനെ പോവാം. എത്ര വാരിയബിൾസ് വേണോ അത്രയും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ നമുക്കൊരു സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഒരു വാരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ വാരിയബിൾസ് അല്ല കേട്ടോ, ഇത് സ്ട്രക്ചർ വാരിയബിളാണ്. സ്ട്രക്ചറിനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ പുറമെ വേറൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യും. അത് ആ വേരിയബിളിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ആദ്യം സ്ട്രക്ചർ എന്ന് പറയുക, സ്ട്രക്ചർ ടാഗ് വയ്ക്കുക, എന്നിട്ട് ഏതാണോ വാരിയബിൾസ് കോമയിട്ട് കൊടുക്കുക, സെമിക്കോളൻ ഇടുക. അല്ലെങ്കിൽ വേറെ രീതിക്ക് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാണ്ട് നേരെ സ്ട്രക്ചർ ടാഗ് പറയുക, വാരിയബിൾ 1, വാരിയബിൾ 2, വാരിയബിൾ 3 അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് പോവാം. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രക്ചർ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ എക്സാമ്പിൾസൊക്കെ പറഞ്ഞ സ്ട്രക്ചറിന് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഏതാ, ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചറിൻ്റെ പേര് പറഞ്ഞു, DOB, today അങ്ങനെ നമ്മൾ വാരിയബിൾസ് കൊടുത്തു. അതുപോലെ സ്ട്രക്ചർ ഡേറ്റ് DOB today എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ str ഡേറ്റ്, ADM ഡേറ്റ്, ജോയിൻ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വാരിയബിൾസ് അതത് സ്ട്രക്ചേഴ്സിനായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മെമ്മറി അലോക്കേഷൻ്റെ കാര്യമാണ് പറയേണ്ടത്. മെമ്മറി അലോക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന് എന്ത് കിട്ടും, മെമ്മറി കിട്ടും അല്ലേ. അപ്പോൾ അതിലുള്ള എല്ലാ വാരിയബിൾസിനും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡേറ്റ് അല്ലേ, ഡേറ്റ് എന്ന് പറയുന്നൊരു
സ്ട്രക്ചർ നേരത്തെ ഡിക്ലെയർ ചെയ്തപ്പോൾ അതിനെങ്ങനെയാണ് മെമ്മറി കിട്ടുക? അതിൽ ഡേ ഉണ്ട്, മന്ത് ഉണ്ട്, ഇയർ ഉണ്ട് അല്ലേ? 3 ടൈപ്പ് വാരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഡേക്ക് വേണ്ടിയിട്ട് 4 ബൈറ്റ്സ് അവിടെ കൊടുക്കും, ഇൻഡിലായതുകൊണ്ട് 4 ബൈറ്റ്സ് കൊടുത്തു. ക്യാർ മന്ത് എന്ന് പറയുന്ന ആ ഒരു വാരിയബിളിന് 10 ബൈറ്റ്സ് ഫുള്ള് കൊടുത്തു. കാരണം ക്യാറിൻ്റെ സൈസ് 1 അപ്പോൾ 1 ഇൻറ്റു മന്ത് ഓഫ് 10, അരയുടെ സൈസ് 10 അപ്പോൾ 1 ഇൻറ്റു 10 ടോട്ടൽ മന്തിന് വേണ്ടിയിട്ട് 10 ബൈറ്റ്, അങ്ങനെ 10 ബൈറ്റ്. അതുപോലെ ഇയർ ഇൻഡിലായതുകൊണ്ട് ഇൻഡിൻ്റെ സൈസ് 4 ബൈറ്റ്, അങ്ങനെ ടോട്ടൽ 4 ബൈറ്റ്സ്, 10 ബൈറ്റ്സ്, 4 ബൈറ്റ്സ്. ഇത്രയും മെമ്മറി അലോക്കേഷനാണ് ആ ഡേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിന് മാത്രമായിട്ട് കിട്ടുക. ഇവിടെ താഴെ നമ്മൾ സ്ട്രക്ചർ വാരിയബിൾ ഡിക്ലറേഷൻ പഠിച്ചില്ലേ? എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ നമ്മൾ വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന്. അത് തന്നെ വേറെ രീതിക്ക് ചെയ്യാനും പറ്റും. സ്ട്രക്ചർ നെയിം വാരിയബിൾ 1, വാരിയബിൾ 2, വാരിയബിൾ 3 അങ്ങനെ കൊടുക്കാതെ നമുക്ക് എങ്ങനെയും കൂടെ കൊടുക്കാൻ പറ്റും. ഒരു സ്ട്രക്ചർ ഡെഫിനിഷൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ പറ്റും. സ്ട്രക്ചർ ഡെഫിനിഷൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, സ്ട്രക്ചർ കോംപ്ലക്സ്. സ്ട്രക്ചറിൻ്റെ പേരാണ് കോംപ്ലക്സ്. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഷോർട്ട് റിയൽ സെമിക്കോളൻ, ഷോർട്ട് ഇമേജിനറി സെമിക്കോളൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്ട്രക്ചർ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ C1, C2 സെമിക്കോളൻ അങ്ങനെ ഇട്ടിട്ട് ചെയ്യും. അപ്പോൾ ഈ C1ഉം C2 ആണ് നമ്മൾ കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത വാരിയബിൾ. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രക്ചർ വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാം. ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലാസ്റ്റ് ആ വാരിയബിൾസിൻ്റെ പേര് പറഞ്ഞ് സെമിക്കോളൻ ഇട്ടാൽ മതി.